എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2022 നമ്മളെ വിട്ടു പോയി. നമുക്ക് 2022 ഒത്തിരി അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് സൈറ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഇത്. അതെ, നമ്മുടെ കുഞ്ഞുവാവ. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു കാറ് വാങ്ങി, നമ്മൾ ലൈസൻസ് കിട്ടി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി. അങ്ങനെ ഒത്തിരി അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു വർഷമായിരുന്നു നമുക്ക് 2022. 2023 ഈ വർഷം നമുക്ക് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. പുതിയ കുറെ എന്താ പറയാ, അച്ചീവ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും ഓരോരോ പ്ലാൻസ് ഉള്ള. കുറെ പേര് UK വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ഓരോരോ പ്ലാൻസ് ഉള്ളവരുണ്ടാകും. അതൊക്കെ നടക്കിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് UK ലൈസൻസിനെ കുറിച്ചാണ്. അതിപ്പോൾ എനിക്ക് എൻ്റെ UK ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, പാസ്സായി ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് പാസ്സായ പാടെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ UK ലൈസൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ എത്ര കാലം ഓടിക്കാം നമുക്ക് നോക്കാം. നമുക്കിവിടെ 1 ഇയർ വരെ നമ്മുടെ ഇന്ത്യൻ സാധാ ലൈസൻസ് വെച്ച് നമുക്ക് ഓടിക്കാം. പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി കൊണ്ടുവരുവാണെങ്കിലുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഏജൻസിന്നോ മറ്റോ വണ്ടി എടുക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് ആവശ്യമുണ്ട്. അവിടെ സാധാ ലൈസൻസ് വെച്ച് കഴിഞ്ഞാൽ അവർ വണ്ടി തരത്തില്ല. പിന്നെ ഈ ഓട്ടോ ട്രേഡ് അല്ലാതെ ഈ മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് സാധാ ലൈസൻസ് വെച്ച് തന്നെ അവർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ 1 ഇയർ ആണ് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റുന്ന കാലാവധി. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇന്ത്യൻ ലൈസൻസ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക കൂടുമെന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ അഡ്മിറൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തപ്പം ഇന്ത്യൻ ലൈസൻസ് വെച്ച് എടുത്ത്, അതിപ്പം ഇൻഷുറൻസിൻ്റെ കാലാവധി നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്ത്യൻ ലൈസൻസ് പറയുന്നത് 8 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ 2-3 ദിവസം മുന്നേ നമ്മളെ UK ലൈസൻസ് കിട്ടി എനിക്ക്. അപ്പം ഞാൻ ആ ലൈസൻസ് നമ്മളിവിടെ കൺവേർട്ട് മീൻസ് ഇൻഷുറൻസിൽ അത് മാറ്റി കൊടുത്തു. നമ്മൾ ഇന്ത്യൻ ലൈസൻസ് മാറ്റി UK ലൈസൻസ് ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ UK ലൈസൻസ് എക്സ്പീരിയൻസ് പറയുന്നത് 1 മാസം ആണ് ഞാനിപ്പോൾ കാലാവധി കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ 1 മാസം കൊടുത്ത്. അപ്പോൾ എൻ്റെ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് 10 പൗണ്ടോളം 1 മാസം വെച്ച് കൂടുവാണ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം അടിച്ചുകൊണ്ടിരുന്നത് 65 പൗണ്ടായിരുന്നു. ഇപ്പോൾ അത് 73-75 പൗണ്ടിനടുത്തേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 10 പൗണ്ട് വെച്ച് എനിക്കൊരു മാസം കൂടുവാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തോന്നിയത് ഒരു കാരണം ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ചിലപ്പോൾ ആക്സിഡൻറ്റ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ 1 വർഷം എന്ന് പറയുമ്പോൾ തീരെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കൂടിയത്. എനിക്ക് തോന്നിയ കാര്യം കേട്ടോ പറഞ്ഞത്. ഞാൻ അഡ്മിറൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും, കോട്ടൊക്കെ നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് അഡ്മിറലിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വരും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പം അവിടെ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് UK ഇവിടെ നമുക്ക് ടെസ്റ്റ് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ ആ ലൈസൻസ് ഇവിടുത്തെ ഡ്രൈവിംഗ് സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നമ്മളിപ്പം എന്താ പറയുക, ലേണേഴ്സ് എഴുതി അയച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ ആ ലൈസൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൺവേർട്ടായിട്ട് നമുക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് UK ലൈസൻസിലേക്ക് കിടക്കാം. UK ലൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലേണേഴ്സ് എടുക്കാനുണ്ട്. നമ്മളെ BRP കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് നമുക്ക് ലേണേഴ്സ് എടുക്കണം ആദ്യം തന്നെ. അത് ഒരു 30-something പൗണ്ട് ചിലവ് വരുന്നുണ്ട് അതിന്. പിന്നെ അയക്കാനെല്ലാം കൂടി ഒരു 10 പൗണ്ടിനടുത്ത് അത് വരുന്നുണ്ട്. ഒരു 50 പൗണ്ട് പിടിച്ചു. അത്രയും രൂപ നമുക്ക് ലേണേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ലേണേഴ്സ് എടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് എക്സാം എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ BRP ഇവിടുത്തെ ഡ്രൈവിംഗ് സേവാ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാനത് ചെയ്തത് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സൈറ്റ് വരും. ആ സൈറ്റ് ഞാനിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 34 പൗണ്ടാണ് ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കവർ വരും. ഇതിനുള്ളിൽ നമുക്ക് അതിനുള്ള ഫോമും, നമുക്ക് പ്രൊഫഷണലിന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമും, അതേപോലെ തന്നെ നമുക്ക് അത് തിരിച്ച് അവരുടെ അഡ്രസ്സിലേക്ക് അയക്കാനുള്ള ഒരു കവറും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഇത് നമുക്ക് തിരിച്ച് അയക്കാൻ വേണ്ടി നമ്മൾ സെക്യൂറായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കവറോ നമുക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അഡ്രസ്സ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഫോമിൽ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്ത് ആകെ കുറച്ച് സൈൻ ഇടാനും അതേപോലെ തന്നെ ഫോട്ടോ ഒട്ടിക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന കവറിലാണ് നമ്മളിത് തിരിച്ച് ഈ ഫോം തിരിച്ച് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ കവറിനകത്ത് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ജസ്റ്റ് അപ്പോൾ ഞാൻ ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സൈൻ ഇടാനും അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് നമ്പർ എഴുതാനുണ്ട്. പിന്നെ ഡേറ്റും, അന്നത്തെ ഡേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റും.
പിന്നെ ഫോട്ടോ ഒട്ടിക്കണം. ഫോട്ടോ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് DVLAയുടെ അഡ്രസ്സിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെയുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നമുക്കിത് സിമ്പിളായിട്ട് തന്നെ അയക്കാവുന്നതാണ്. 10 പൗണ്ട് മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന DVSAയുടെ ഈ അഡ്രസ്സിലേക്ക് ഈ പറഞ്ഞ ഫോമും നമ്മൾ ഫോട്ടോ ഒട്ടിച്ചതൊക്കെ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ 1 മാസമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാനൊക്കെ അയക്കുമ്പോൾ 1 മാസമായിരുന്നു. ഇപ്പോൾ 10 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു ലേണേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തിയറി ടെസ്റ്റിനുള്ളത് ബുക്ക് ചെയ്യണം. തിയറി ടെസ്റ്റിനുള്ള എവിടെയെങ്കിലും സെൻറ്റർ നമുക്ക് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അടുത്ത് തന്നെ നമുക്ക് കിട്ടും. അത് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ആ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് പെയ്ഡ് ആപ്ലിക്കേഷനാണ്. 5 പൗണ്ടാണ് അതിന് വരുന്നത്. പിന്നെ വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം വെച്ച് പഠിച്ചാൽ മതി. 700 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് വരുന്നുണ്ട് അതിനകത്ത്. അത് മൊത്തം പഠിക്കണം. അതിനകത്ത് 14 ചാപ്റ്റർ വരുന്നുണ്ട്. ആ 14 ചാപ്റ്റർ നമ്മൾ വായിച്ച് നോക്കണം. ഞാൻ ആദ്യം വായിച്ച് നോക്കാതെ പോയി ഒരു 5-6 ചാപ്റ്റർ മാത്രം വായിച്ച് നോക്കിയിട്ട് ഞാൻ പോയി എക്സാം എഴുതി. പാസ്സാവും. നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുക. ഞാൻ അങ്ങനെ പോയി എഴുതി 40 മാർക്കേ കിട്ടിയുള്ളൂ. 43 മാർക്ക് വേണം നമ്മൾ പാസ്സാവണമെങ്കിൽ. ഫസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ ഫെയിലായി. നമ്മൾ ആ 14 ചാപ്റ്ററും നമ്മൾ ഒന്ന് വായിച്ച് നോക്കി. അതിനകത്ത് മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ, ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഫുള്ള് ഉണ്ട്. 1 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഈ 50 ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നത്. ഈ 50 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസാർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ കാണിച്ചിട്ട് ഹസാർഡ് മാർക്ക് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. നമുക്ക് അതും കൂടി ഒരു 1.5 മണിക്കൂറിനുള്ളിൽ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് അപ്പം തന്നെ തരും. നമ്മൾ പാസ്സായി, കൺഗ്രാജുലേഷൻ, യു പാസ്ഡ് യുവർ തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അത് വെച്ച് നമ്മൾ അതിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറുണ്ട്. ആ നമ്പർ വെച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത പ്രാക്ടിക്കലിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത് കാണിക്കുന്നത് കുറേ ദൂരമായിരിക്കും. അപ്പോൾ അതിനും പ്രത്യേകിച്ച് ഓരോരോ ആപ്ലിക്കേഷനുണ്ട് അത് ഡേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് DVSAയുടെ തന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്തുള്ള ഡേറ്റ് കിട്ടും. പ്രാക്ടിക്കലിന് പോകുന്നതിന് മുന്നേ നമ്മൾ ക്ലാസ് അറ്റംപ്റ്റ് ചെയ്യണം. ഈ ക്ലാസ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ആ 1 മണിക്കൂറിന് ഏകദേശം 35 പൗണ്ട് തൊട്ട് 40 പൗണ്ട് വരെയാണ് പ്രൈസ് വരുന്നത്. അങ്ങനെ നമുക്കൊരു 20 ക്ലാസ്സെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്ന് പ്രാക്ടിക്കലിന് പോകാൻ വേണ്ടി നമ്മളൊന്ന് ആപ്റ്റ് ആവത്തുള്ളൂ. കാരണം ഇവിടുത്തെ റോഡും റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ വണ്ടി ഓടിച്ച രീതിയല്ല, മിറർ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആ ക്ലാസ്സിന് പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുന്നത്, അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് പാർക്ക് ചെയ്യുന്നത്, പിന്നെ ഫോർവേഡ് പാർക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളപ്പ് ഓൺ ദി ലെഫ്റ്റ്, പുള്ളപ്പ് ഓൺ ദി റൈറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഫെയിലാക്കാനല്ല അവർ കാര്യം, നമ്മൾ സേഫ്റ്റി കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ക്ലാസ് കുറേ അറ്റംപ്റ്റ് ചെയ്ത് ഒരു 20 ക്ലാസ്സെങ്കിലും അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രാക്ടിക്കലി പാസ്സാവാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ ലൈസൻസിൻ്റെ പുറകെ നടക്കുന്നത്. നമ്മൾ വന്ന പാടെ തന്നെ ലേണേഴ്സിന് അയച്ചു കൊടുത്തു. അത് ലേണേഴ്സ് കിട്ടി. പിന്നെ പ്രാക്ടിക്കൽ തിയറി എഴുതാൻ വേണ്ടി തന്നെ എനിക്കൊരു 3 മാസം പോയി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. പിന്നെ ഞാനത് പഠിക്കാൻ വേണ്ടി മടി പിടിച്ച് ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ മീൻസ് ആ ആപ്ലിക്കേഷനിൽ കയറുമ്പോഴത്തേക്കും അന്നേരത്തേക്കും ഫേസ്ബുക്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയൊക്കെ കുറേ പോയി നമുക്ക് പഠിക്കാനൊക്കെ കുറേ സമയമെടുത്തു. ഞാൻ പിന്നെ 1.5 മാസം കഴിഞ്ഞാൽ അടുത്ത് എഴുതിയത്. അപ്പോൾ അടുത്തതിൽ എനിക്ക് 2ാമത്തെ അറ്റംപ്റ്റ് പാസ്സായി. രൂപ ചിലവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് ഇപ്പോൾ ലൈസൻസിന് ചിലവായി. ഏകദേശം 20 ക്ലാസ്സോളം ഞാൻ എടുത്തു. 35 പൗണ്ട് വെച്ചാണ് ഒരു ക്ലാസ്. പിന്നെ അതേപോലെ തന്നെ തിയറിയുടെ 2 തവണ തിയറിയുടെ ബുക്ക് ചെയ്തു. അതേപോലെ തന്നെ പ്രാക്ടിക്കലിന് 1 തവണ, പ്രാക്ടിക്കലിൻ്റെ അങ്ങനെയൊക്കെ കൂടി ഏകദേശം 20 ക്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തായി എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ ലൈസൻസ് നമുക്ക് വലിയ സംഭവമൊന്നുമല്ല. അതിപ്പോൾ എനിക്ക് ഈ ലൈസൻസ് കിട്ടിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, വലിയ സംഭവമല്ല. കാര്യം നമ്മൾ ഈ തിയറി ടെസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പാസ്സാവും. ഏകദേശം 700 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനകത്ത് 50 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഈ ആപ്ലിക്കേഷൻ സൈഡിൽ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ പഠിച്ചാൽ മാത്രം മതി. വേറെ ഒന്നിനു വേണ്ടി പൈസ മുടക്കുമോ നമ്മളത് വേറെ കുറേ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടായിരുന്നു പെയ്ഡായിട്ട് അവർ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മതി. പിന്നെ രണ്ടാമത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് അറ്റംപ്റ്റ് ചെയ്യുക. ഒരു 20 ക്ലാസ് എങ്ങനെ മിനിമം നമുക്ക് ചെയ്യണം. ഞാനിത് എടുത്ത രീതി വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പം 10 ക്ലാസ് മതിയായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് 5 ക്ലാസ് മതിയായിരിക്കും, ചിലർക്ക് വേണ്ട. നമുക്ക് സ്വന്തം വണ്ടി വെച്ചും എടുക്കാം. നമുക്ക് എല്ലാം ഒട്ടിക്കണം. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു മിററും വെച്ചാൽ നമുക്ക് സ്വന്തം വണ്ടി തന്നെ എടുക്കാം. പക്ഷേ ആ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ UK ലൈസൻസ് ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഇപ്പോൾ 1 ഇയർ ആവാത്ത ഇന്ത്യൻ ലൈസൻസ് വെച്ച് 1 ഇയർ ആവുന്നതിന് മുന്നേ ഉള്ള ഒരാളോ മതി നമുക്ക് ഈ വണ്ടി നമ്മുടെ സെൻറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കൂടെ ഇരിക്കുന്ന ആളുടെ പേരിൽ നമ്മൾ ഇൻഷുറൻസിൻ്റെ പേരും കൂടി, ഇൻഷുറൻസിൽ അവരുടെ പേരും കൂടെ ആഡ് ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം.